മൈ ഗോഡ്. മീനും ഗൗരിയും നമ്മുടെ മാത്യു ഒക്കെ എല്ലാവരും കൂടെ ഇതാരാ എല്ലാവരും കൂടെ ചട വെടി പേടിക്കുന്ന ചോയ്ക്കല്ല കൂടെ ഞങ്ങൾ നമ്മുടെ സീറ്റ് ഇരുന്ന് ആസ്വദിക്കാന്ന് വിചാരിച്ചു. അല്ലേ ഗോപിക? നമുക്കങ്ങ് കണ്ട് ആസ്വദിക്കാം. കിട്ടില്ലായിരുന്നു അല്ലേ മാത്യു? അതെ, മാത്യു പൊളിച്ചു. മാത്യു ഒറ്റയ്ക്കാണ് ചാടിയത്. സോ അത് കഴിഞ്ഞ് നമ്മൾ ഇനിയിപ്പോ എവിടെ പോവാ? റിവർ റാഫ്റ്റിംഗ്. ഫുഡ് Cheers, pedal. So one time loudly, Ganga Maiya ki usage jai, okay? Ganga Maiya ki jai. Okay, team, now forward. 1, 2, 1, 2, 1, 2, 1, 2. जाओ उस साइड ले. आपको ऊपर तो नहीं आना? देवी का पकड़ना है. जाओ फिर. हाँ ऊपर है. आ जाओ. One video. Okay, stop. Slide. Up. Help me go. Forward, guys, forward. Fast. ഹേ ഗൈസ്, റിവർ റാഫ്റ്റിംഗ് കഴിഞ്ഞു. ടാനടിച്ചു. മൈ ഗോഡ്, ഈ പെണ്ണ് ബ്ലാക്ക് ഔട്ടായി പോയി. ഞാനാണ് അവസാനം ഡ്രസ്സൊക്കെ ചെയ്യിപ്പിച്ച് ഗൗരിയാണൊന്ന് ബോധം വരിപ്പിച്ചത്. നമ്മളിപ്പോ അല്ലേ ബോധം വരിപ്പിച്ചത് ഗൗരിയാ. നമ്മളിപ്പോ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നു. ദി കൈലാസ വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് ആൻഡ് റൂഫ് ടോപ്പ് കഫേ. ഓ കൊള്ളാലോ. അപ്പൊ കഴിക്കാൻ പോകുന്നു നമ്മൾ. അത് ബോധമുണ്ടോ? റിവർ റാഫ്റ്റിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു? ട്രോമറ്റൈസിംഗ്. നീയോ വാട്ട് യു സേ അബൌട്ട് റിവർ റാഫ്റ്റിംഗ്? എനിക്ക് ഇഷ്ടപ്പെടുമോ? വൺസ് മതി കേട്ടോ, ഒരുപാട് എനിക്ക് ടേസ്റ്റ് ചെയ്തോട്ടെ. ഇത് ഈ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കണം. എനിക്ക് ചീരയുടെ ടേസ്റ്റ് ഭയങ്കര. ഓ നൈസ്. ഇത് ഏത് വീഡിയോന്റെ കാര്യം? 1500 റിവർ റാഫ്റ്റിംഗ്. ഈ 16,000 കാര്യമല്ലേ? എല്ലാവർക്കും ധൃതി. നമ്മള് ഗംഗ ആരതി കാണാൻ പോവുകയാണ്. വെരി കോൾഡ് ബട്ട് യെറ്റ് നമ്മള് കാണേണ്ട കാഴ്ചയല്ലേ? ആണാണ്. എന്ത് പറഞ്ഞാലും ആളാണ്. ഗൗരി വാ. നമ്മളിങ്ങനല്ലേ വന്ന്? ആ വെള്ളം ഓർമ്മയുണ്ടോ? ഓ സോറി.
അവധി കഴിഞ്ഞു. ക്ലൈമറ്റ് ഭയങ്കര ഖരാബായി, അത് ഞാൻ കേട്ടായിരുന്നു. അതാ അല്ല, ഞാൻ തല ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആ ചേട്ടൻ പറഞ്ഞ മോശം ബോട്ട് ഖരാബായെന്ന് ഞാൻ കേട്ടു എവിടേക്കോ. ഫ്ലാഷ് ഒക്കെ വേണോ? നമ്മളിങ്ങനെ ഗംഗാ നദിയുടെ വെള്ളം എടുക്കാൻ വേണ്ടി പോകും. ഗംഗാ നദിയിൽ എടുക്കാൻ പോകുന്നു, കുപ്പി ഇറക്കാൻ പോകുന്നു. ഞാൻ പറയാം കറക്റ്റാ. നിറയുന്നില്ല. ഇടുന്ന പോപ്പടാക്കി പണ്ടി പിള്ളേര് മാജിക്ക് കയറി ഓപ്പണാക്കാതെ വെള്ളം നിറയ്ക്കുന്നു. നിറയുന്നില്ലെന്ന് കേറണ്ടേ എന്നാലും അറിയത്തില്ല. ഇപ്പോഴാണ് സംഭവം. ഒരു നീ കൂടെ എടുക്കും. നമ്മളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാനാണ്. സൂപ്പർ ഉറക്കമായിരുന്നു. ഞാൻ വീട്ടും എനിക്ക് ഫോണിനുള്ള പരിപാടിയേ ഇഷ്ടമല്ല. ചിക്കൻ അതായത് ഞാൻ സ്റ്റോറി പോലെ ഇടാൻ പഠിച്ചിട്ട് ആരെങ്കിലും ഇത് ചെയ്ത് ആഡ് ചെയ്യണം. ഹൈമ ഹൈമ നമ്മള് ഫുഡൊക്കെ കഴിച്ചു. വി ആർ ഗോയിങ് ടു ഡൽഹി. നേരെ ഋഷികേശ് ടു ഡൽഹി. നാളെ കുറേ പ്ലാൻസ് ഉണ്ട്. ഇവിടെ നിന്ന് എനിക്കൊന്ന് 3 hours ഡ്രൈവേ ഉള്ളൂ ഇപ്പം നിൽക്കുന്ന സ്പോട്ടിൽ നിന്ന്. സോ എനിവേസ് നാളെ കാണാം. ബൈ ബൈ. Hey guys, good morning. This is day 11. Our final destination Delhi. പണ്ടാരം നടക്കുന്നു. കിടല സൈറ്റ് സീയിങ്ങിന് വേണ്ടി രാവിലെ 5:30 എണീച്ച് കുളിച്ച് റെഡിയായി. നമ്മൾ എവിടെ വെയിറ്റ് ചെയ്യണം? യമുന ഘട്ടിൽ വെയിറ്റ് ചെയ്യുകയാണ്. നമ്മുടെ ഗൈഡ് ചേട്ടൻ അവിനാശ് ചേട്ടൻ എത്തിയില്ല. എത്തിയിട്ട് നമ്മുടെ സ്ഥലങ്ങൾ കാണിച്ചു തരാം. പണ്ടൊരു നേരം കൂടെ തലയ്ക്ക് ചുറ്റുമാണല്ലോ പറക്കുന്നത്. മാറി അപ്പിട്ടല്ലോ. മൈ ഗോഡ്, I want to take a bath again. തലറങ്ങി. ഓ നമ്മള് കണ്ടു. അടിപൊളിയായിരുന്നില്ല അമ്പലം. അകത്തേക്ക് ബംഗ്ലാവ്. ആ ശരിയാ. വിശക്കണു. ഫുഡ് കഴിക്കാൻ പോണം. ഇനി ഗൈസ് ദാറ്റ് വാസ് റിയലി ഗുഡ് എക്സ്പീരിയൻസ്. താല്പര്യമുള്ളവർ വന്ന് ചെയ്യുക. നമ്മൾ ഗംഗ കണ്ടു, യമുന കണ്ടു. ഇനി ആരാ ബാക്കി? ഈ പുക ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്തു ഊബർ വരാൻ.
Then we have to go back to the hotel, have breakfast. അവിടെ നിന്ന് പിന്നെ സൈറ്റ് സീ, സൺകിസ്റ്റ്. ഗൈസ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഇനി കൊന്നാലേ ഡൽഹിയിലോട്ട് വരില്ല. ഡൽഹി കമ്പനി അടിച്ചു പറയും. ഒറ്റ സ്ഥലമല്ല ഡൽഹി ഇപ്പം എൻ്റെ മറ്റേ അമ്മൂമ്മയുടെ പ്ലേസ് പോലെയൊക്കെയാണ്. എല്ലാം അറിയാം, സെറ്റാണ്. നമ്മൾ കുത്തബ് മിനാർ കാണാൻ വേണ്ടി വന്നു. ഓ ഇന്ത്യൻ ലേഡീസോ? ഫോറിൻ ടൂറിസ്റ്റ് ചിൽഡ്രൻ എമർജൻസി ഗേറ്റ്. കുറച്ചും കൂടെ കൊള്ളാം. This is Qutub Minar. Yay! സാറ അലി അല്ലാത്ത ഖാൻ ഇനി വാ. അസ്സലാമു അലൈക്കും. ആഹാ അന്തർ സംഭവം. വലൈക്കും അസ്സലാം. വലൈക്കും അസ്സലാം. അടിപൊളി വെതർ, വെയിലും തറുത്ത കാറ്റും. ഗൗരി എന്നാലും അവിടെ ഇരുന്നു, അവള് വരുന്നില്ല. എനിക്ക് നല്ല സ്കേർട്ട് ഉണ്ടായിരുന്നു, ഞാനും അത് അതിന് വേണ്ടിയാണ് ഞാൻ ഈ ടോപ്പ് എടുത്തത്. എന്റെ പാക്ക് ചെയ്ത് വെച്ചപ്പോഴേ ഓർത്താവോ ഇതിനാണ് സ്കേർട്ട് എടുത്തില്ലല്ലോ. കൂടുതൽ ഫോറിനേഴ്സ് അത്ര വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്. കുത്തബ് മിനാർ കണ്ടു കഴിഞ്ഞു, ഭയങ്കര വെയില്. ലോട്ടസ് ടെമ്പിൾ പോകാമെന്ന് വിചാരിച്ചു, പക്ഷെ അവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ പോണില്ല. സോ വി ആർ ഗോയിങ് ടു ജമാ മസ്ജിദ്. സ്ട്രീറ്റ് ഫുഡ് ഇനി അത് കഴിച്ചിട്ട് വേണം ലൂസ് മോഷൻ ആവാൻ. എനിക്ക് നിന്നോട് കാര്യം പറയുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു Let's go, happy birthday chick. ഇതാണോ ലഞ്ച്? ഇതിലെത്താൻ പോകും. ഷോപ്പിംഗ് ആയിരിക്കും ഇനി, അത് കഴിഞ്ഞിട്ട് കാണാം. ട്രിപ്പ് തീർന്നു, ഷോപ്പിംഗ് കഴിഞ്ഞു, സ്നാക്സ് വാങ്ങിച്ചു, ഫുഡ് വാങ്ങിച്ചു, ടയർഡായി, പ്ലാറ്റ്ഫോമിൽ എത്തി, വിഷമമായി, കരച്ചിലായി, ബഹളമായി. ട്രിപ്പ് ഈസ് കമ്മിങ് ടു ആൻ എൻഡ്. അടിപൊളി ജേർണി ആയിരുന്നു. ഈ വീടെത്തിയാൽ മതി. വന്നതിനെക്കാട്ടി എക്സ്ട്രാ ലഗേജ് കൂടുതലായി. ബാക്കി ട്രെയിൻ വെച്ച് കിട്ടിയടാ കിട്ടിയടാ കിട്ടിയടാ. Hey guys, this is day 13. Day 11, 12 പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. ട്രെയിനിൽ എല്ലാവരും കയറി, എല്ലാവരും ടയേർഡായിരുന്നു. 2 ദിവസം ഉറങ്ങി തീർത്തു. നമ്മൾ ഇന്ന് ലാൻഡ് ചെയ്യും ട്രിവാൻഡ്രത്ത്. A lot of memories, a lot of photos, and we are broke. But yet it is worth it. And നമ്മൾ ഇതുവരെയ്ക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ 5 വർഷത്തിൽ പോലും മിണ്ടാത്തവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മിണ്ടി ഒരുപാട് നേരം സംസാരിച്ചു, ഒരുപാട് പേരെ നന്നായിട്ട് അറിയാൻ പറ്റി. ഇറ്റ്സ് റിയലി എ ഗുഡ് തിങ്. ഒരിക്കലും ഒരു കോളേജ് ടൂർ മിസ് ചെയ്യാൻ പാടില്ല. നമ്മുടെ ക്ലാസ്സിൽ നിന്ന് ഒരുപാട് പേർക്ക് വരാൻ പറ്റിയില്ല, കുറേ പേര് വരുന്നില്ല എന്ന് തീരുമാനിച്ചതാണ്. ഞാനും അതിലൊരു കൂട്ടത്തിലൊരാളായിരുന്നു. ഞാൻ പോകുന്നില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ്. ബട്ട്
എന്തുകൊണ്ടും വന്നത് റിയലി വർത്ത് ഇറ്റ്. ഞാൻ ശരിക്കും മിസ് ചെയ്ത് പോയത്, ശരിക്കും റിഗ്രറ്റ് അടിച്ചേനെ. അടിപൊളിയായിരുന്നു ടൂറ്. ആൻഡ് എനിക്ക് ടൂറ് വരാനായിട്ട് എന്നെ സഹായിച്ചത് എൻ്റെ അപ്പച്ചിയും ചാച്ചനുമാണ്, എൻ്റെ അനഘപ്പച്ചിയും മനീഷ് ചാച്ചനും. സോ താങ്ക്ഫുൾ ഫോർ ദം. താങ്ക് യു സോ മച്ച്. വേറെ എന്താ, 2-3 പേരൊക്കെ സഹായിച്ചിട്ടാണ് ഞാൻ ടൂർ വന്നത്. ഒട്ടും പൈസയില്ല. അമ്മ പോകണ്ടെന്ന് പറഞ്ഞ് ഞാനും പോകുന്നില്ല, ബ്രോക്കായിട്ടിരിക്കുന്ന സിറ്റുവേഷനിലായിരുന്നു. ബട്ട് യെസ്റ്റർഡേ ഞാൻ ടൂർ പോകുന്നു, ഇങ്ങനെ ഫ്രണ്ട്സ് പോകുന്നു എന്ന് അറിഞ്ഞപ്പോൾ അവർ കോൺട്രിബ്യൂട്ട് ചെയ്തു. ദാറ്റാണ് ഐ കുഡ് കം ടു ഫോർ ദിസ് ടൂർ. സോ താങ്ക് യു സോ മച്ച് മനീഷ് ചാച്ച ആൻഡ് അപ്പച്ചി. ആൻഡ് വാട്ട് എൽസ്, ഈവൻ ഞാൻ ടൂർ വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പോലും എൻ്റെ ഫ്രണ്ട്സ് കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ആൻഡ് താങ്ക് യു ഫോർ ദാറ്റ്. ബട്ട് പിന്നെന്താ പറയുക, താങ്ക്സ് ടു അമ്മ ഫോർ ലെറ്റിംഗ് മീ ഗോ. ഒന്നും നോ പറഞ്ഞ് നിർത്താറില്ല അമ്മ. എന്നെ എല്ലാത്തിനും എൻ്റെ ഫ്രീഡത്തിനും വിടാറുണ്ട്. ഞാൻ ആ ഫ്രീഡം ഇതുവരെ മിസ്യൂസും ചെയ്തിട്ടില്ല. സോ താങ്ക് യു ഫോർ ബിലീവിങ് മീ. ഒന്നും കളഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. ടൂർ കഴിഞ്ഞിട്ട് വന്നപ്പോൾ എല്ലാം കയ്യിലുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും വീട്ടിൽ പോയിട്ട് കാണാം. ഓക്കെ, എനിക്കൊന്ന് എൻ്റെ ലൂഫീനെ അമ്മേനെയും എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് കണ്ടാൽ മതി. എനിവേസ്, thank you for watching my video. If you like the video, please do like, share and subscribe. Bye bye. Hey guys, അങ്ങനെ ടൂർ കഴിഞ്ഞ് വന്നു. സൗണ്ട് അടഞ്ഞു, ജലദോഷമായി, പനിയായി, 3 ദിവസം കിടപ്പായി. അപ്പോൾ ഞാനിപ്പോൾ ഹോമിയോ ഡോക്ടറെ കാണാൻ വേണ്ടി പോവുകയാണ്. ഡോക്ടർ രാജേഷ്. ഈസ് ക്വൈറ്റ് ഫേമസ് ഇൻ യൂട്യൂബ്, റീൽസിലൊക്കെ, ഇൻസ്റ്റഗ്രാമിലൊക്കെ. സോ അവിടെ പോയിട്ട് നോക്കാം എന്താണ് എൻ്റെ കുഴപ്പമെന്നൊക്കെ. ഞാൻ ഡോക്ടറിൻ്റെ വെയിറ്റിംഗ് റൂമിൽ ഇരിക്കുകയാണ്. ഹി ലൈക്സ് ടു എൻ്റർടൈൻ പീപ്പിൾ വിത്ത് TV and all. ഇപ്പോഴത്തെ മൂവീസ് ഒന്നുമില്ല, എല്ലാം പഴയ മൂവീസ് ആയിരുന്നു. ദൈവമേ. ഹായ് ഡോക്ടർ. ഹലോ. മാസ്ക് മാറ്റണോ? ഇൻഫെക്റ്റഡ് ആയാലോ? എനിക്ക് എന്താണ് അസുഖം? തന്റെ യാത്രയ്ക്ക് ശേഷം വന്ന വയറിന്റെ ഇൻഫെക്ഷൻ, അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ത്രോട്ട് ഇൻഫെക്ഷൻ അടിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ആയിട്ട് മര്യാദക്ക് 2-3 ദിവസം വീട്ടിൽ പോയിട്ട് റെസ്റ്റ് ചെയ്യാം. ഡോക്ടർ രാജേഷ് ആരാന്ന് അറിയാൻ വേണ്ടിയിട്ട് മാസ്ക് ഒരു നിമിഷം ഊരിയിട്ട് പെട്ടെന്ന് വെച്ചോ. ഡോക്ടർ രാജേഷ്. ഓക്കെ. ഹോമിയോ സ്പെഷ്യലിസ്റ്റ് ആണ്. ഐ റെക്കമെൻഡ്. ചിലപ്പോ കണ്ടിട്ടുണ്ടായിരിക്കും അവരെ. യാ ഷുവർ, ഫോർ ഷുവർ. ഡോക്ടർ ഫേമസ് അല്ലേ? 444K. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ഓക്കെ ഓക്കെ, അപ്പൊ ടേക്ക് കെയർ. സോ ടൂർ പോയിട്ട് വന്നതിൻ്റെ സന്തോഷകരമായ കാര്യങ്ങളാണ് ഇതൊക്കെ. ഇത് പകരുതത്രേ, മാറിയിരിക്കും. സിക്കടാ, ചെസ്റ്റ് ഇൻഫെക്ഷൻ സ്റ്റാർട്ടായി, ത്രോട്ട് പെയിൻ സ്റ്റാർട്ടായി. ഇതെല്ലാം സ്റ്റാർട്ടിങ്ങിൽ ആദ്യമേ വന്ന് കൺസൾട്ട് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല, സീനില്ല. മെഡിസിൻ ഡോക്ടർ നല്ല ഡോക്ടർ കേട്ടോ. That's it.